ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മൂഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. അപ്പോൾ എനിക്ക് ഇന്നലെ കുറച്ച് ബുദ്ധിമുട്ടും കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നതിനാൽ രാത്രിയിൽ നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പര ഇടാൻ പറ്റിയില്ല. ഇനി മുതൽ കൃത്യസമയത്ത് തന്നെ രാത്രി ഒരു 9:30-ക്കുള്ളിൽ 10 മണിക്കകത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷത്തിലോട്ട് പോകാം. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. അങ്ങനെ നമുക്ക് വിശേഷത്തിലോട്ട് കടക്കാം. അങ്ങനെ നമ്മുടെ ഭൂമിജ തകർന്ന് ഈ ലോകത്ത് തനിക്ക് ആകെ തൻ്റെ അച്ഛനും അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ അച്ഛനെ തനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഭൂമിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഭൂമിക്ക് അത് എത്ര ഓർത്തിട്ടും അത് റിയലായിട്ട് ഈ സംഭവം ഇങ്ങനെ നടന്നു, തൻ്റെ അച്ഛൻ തനിക്ക് നഷ്ടമായി എന്നുള്ളത് ഭൂമിക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഭൂമിക്ക് ഭൂമിയുടെ സങ്കടം പിടിച്ചു നിർത്താനാവാത്ത അത്രയും വലുതായിരുന്നു. തൻ്റെ അമ്മയെ പോലീസുകാരെല്ലാം ജയിലിൽ കൊണ്ടുപോയിക്കണം. അതെന്തിനാ? തൻ്റെ അച്ഛനെ അമ്മ കൊന്നു എന്ന പേരിൽ. എൻ്റെ അമ്മ ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിച്ചിട്ടില്ല. എൻ്റെ അച്ഛനെ ഒരു നുള്ളു കൊടുത്തുപോലും എൻ്റെ അമ്മ വേദനിപ്പിച്ചിട്ടില്ല. എനിക്കറിയാത്ത ആളാണോ എൻ്റെ അമ്മ? എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ അത് ആരെ വിശ്വസിപ്പിക്കും? സാഹചര്യങ്ങളെല്ലാം അംബികയ്ക്കെതിരായിരുന്നു. അങ്ങനെ ഭൂമിക്ക് അതും കൂടെ ഓർത്തിട്ട് ഭൂമിക്ക് താങ്ങാനാവാത്തൊരു വിഷമമായിരുന്നു ഈ ഒരു ഇതിൽ സംഭവിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഭൂമി ആ വിഷമം സഹിക്കാൻ പറ്റാതെ നമ്മുടെ അച്യുതൻ്റെ ഒരു കാറുണ്ടല്ലോ, ആ കാറിനകത്ത് കയറി ഇരുന്നിട്ട് വാവിട്ടങ്ങ് കരയാൻ കേട്ടോ. അപ്പം നമ്മുടെ ലക്ഷ്മിയും കുറച്ച് അയൽവക്കത്തുള്ള മറ്റു കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭൂമിക്ക് സഹിക്കാനാവുന്നില്ല. ഭൂമിയുടെ പഴയ പല കാര്യങ്ങളും തൻ്റെ അച്ഛനോടൊപ്പം ഉണ്ടായിരുന്ന ആ നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഓർത്തോർത്ത് സങ്കടപ്പെട്ട് കരയായിരുന്നു കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സത്യദാസ് അവിടെ വരെയാണ് രാത്രിയിൽ. അപ്പോൾ സത്യദാസ് വന്നിട്ട് ഭൂമിയുടെ അടുത്ത് അവിടെ നിന്ന് ഇറങ്ങും മോളെ, നീ അകത്തിരുന്ന് ഇങ്ങനെയൊക്കെ സങ്കടപ്പെടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സമാധാനിപ്പിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഭൂമി ഇല്ല സാറേ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അച്ഛൻ എന്നെ വിട്ടു പോയെന്നോ? എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. എൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും എൻ്റെ അച്ഛനെ ഒന്ന് നുള്ളി വേദനിപ്പിക്കാൻ പോലും കഴിയില്ല. എൻ്റെ അമ്മ ഒരിക്കലും അത് ചെയ്യില്ല. ഇവിടെ മറ്റെന്തോ സംഭവിച്ചു സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമി അങ്ങ് ഏങ്ങി കരയാൻ കേട്ടോ. സത്യദാസിന് എന്തോ തൻ്റെ മകള് മുന്നിലിരുന്ന് നിലവിളിക്കണ പോലെയുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു. എന്ത് പറയണം, അല്ലെങ്കിൽ എന്ത് പറഞ്ഞ് ഭൂമി ആശ്വസിപ്പിക്കണം? കാരണം ഏതൊരു വ്യക്തിയാണെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ അത് തരണം ചെയ്ത് പോവാന്ന് പറയുന്നത് അത്രയേറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ സത്യദാസിനും താങ്ങാനാവുന്നില്ല. ഇതേ സമയം നമ്മുടെ സൗഭാഗ്യമേഘം തറവാട്ടിൽ പോവാനായിട്ടോ ഈ ഒരു സംഭവം അവരെല്ലാവരും മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിച്ചു. അപ്പോൾ സംഗീതയും അവരെല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സൗഭാഗ്യ മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാലും മനസ്സിനെ ഇത്രയേറെ വേദനിപ്പിച്ചൊരു സംഭവം ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ട് മനസ്സിന്. ആ കുട്ടി ഇതെങ്ങനെ സഹിക്കുന്നു എന്നുള്ളത് ഓർത്തിട്ട് മുത്തശ്ശിക്ക് ഭയങ്കര പ്രയാസമാവുകയാണ് കേട്ടോ. സംഗീതയ്ക്കും അതുപോലെ തന്നെ. മാധവനൊക്കെ ഭയങ്കര വിഷമമായിപ്പോയി. ഒരു പരിപാടിക്ക് തൻ്റെ അച്ഛൻ്റെ ഒരു ഫാദേഴ്സ് ഡേ എന്ന പരിപാടിക്ക് വെച്ച് അങ്ങനെ ചെല്ലുമ്പോൾ ഈ കണ്ട കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. അവർക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം തന്നെ ആയിപ്പോയി കേട്ടോ. അങ്ങനെ സൗഭാഗ്യ മുത്തശ്ശി ഇങ്ങനെ വിഷമിച്ച് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭവാനി പറയുന്നുണ്ട്, എന്തോ എനിക്ക് അവൾ അത്ര ഒരു നല്ല ഇതായിട്ട് തോന്നുന്നില്ല. അപ്പം സൗഭാഗ്യ മുത്തശ്ശി ചോദിച്ചു, അതെന്താ, അവൾ എന്ത് തെറ്റാണ് ചെയ്തത്? അപ്പം ഭവാനി പറയുന്നുണ്ട്, എന്തോ അവളെ കണ്ടാലറിയാം മൊത്തത്തിലൊരു കള്ളത്തരം. കാരണം എന്തെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല ആ സ്ത്രീ തന്നെ ആയിരിക്കണം ഈ അച്യുതൻ എന്ന് പറഞ്ഞ ആളെ കൊലപ്പെടുത്തിയത് എന്നൊക്കെ പറഞ്ഞ് ഭവാനി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൾ എന്തൊക്കെയോ നമ്മളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട് എന്നൊക്കെയും പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറഞ്ഞു, പിന്നെ ഭവാനിക്ക് എങ്ങനെ അറിയാതെ? അപ്പം പറഞ്ഞ്, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അമ്മയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തോന്നലുകളെല്ലാം ശരിയാവണമെന്നുണ്ടോ ഭവാനി എന്ന് പറയുന്നുണ്ട്. ആ കുട്ടി ഈ സമയം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും അതിൻ്റെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട ഒരവസ്ഥ, അതൊക്കെ നമുക്ക് സ്വയം വന്ന് നോക്കിയാലേ നമുക്ക് അതൊക്കെ അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ മുത്തശ്ശി പറയാൻ കേട്ടോ. പക്ഷേ ഇതെല്ലാം ചെയ്തത് ഭവാനി പറഞ്ഞിട്ട് കമാലെന്ന് പറയുന്ന ആ ഒരു ഗുണ്ടയാണ് ചെയ്തത്. പക്ഷെ അതൊന്നും അറിയാത്ത മട്ടിൽ ഭവാനി അവരെ വീട്ടുകാരെല്ലാം കുറ്റപ്പെടുത്തി ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. എന്നിട്ട് കുറേ കഴിഞ്ഞ ശേഷം നമ്മുടെ ഭവാനി നമ്മുടെ കമാലിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ആ
അച്യുതനെന്ന് പറയുന്നവൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. പക്ഷെ നമുക്കൊരു കയ്യബദ്ധം പറ്റി കമാലെ. ഈ അഭിരാമീനെ കൂടെ ഒന്ന് കൊല്ലേണ്ടതാണ്. ആ വീട്ടിലെ മൊത്തം എല്ലാവരെയും അങ്ങ് കൊന്നിരുന്നെങ്കിൽ നമുക്കെതിരെ ഒരു തെളിവുകൾ പോലും വരില്ലായിരുന്നു എന്നും കൂടെ ഭവാനി പറയാനായിട്ട്. അപ്പോൾ കമാൽ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇന്നും ആ വീടും പരിസരമൊക്കെ ഒന്ന് നോക്കിയിട്ട് അഭിരാമിയുടെ കേസിൽ തീരുമാനം ഉണ്ടാക്കിക്കൊള്ളാം മേഡം എന്ന് പറഞ്ഞ് കമാൽ വെക്കുകയാണ്. അപ്പം ഭവാനിക്ക് ഭയങ്കര ഇതായി. കാരണം എന്ന് വെച്ചാൽ കമാൽ പറഞ്ഞതുപോലെ ചെയ്യും എന്നുള്ളത് ഭവാനിക്ക് അറിയാം. അങ്ങനെ നമ്മുടെ കമാൽ ആ വീടും പരിസരവും ഒക്കെ ഒന്ന് ചുറ്റി ചെല്ലുകയാണ്. കാരണം പിറ്റേ ദിവസമേ അച്യുതൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ തൽക്കാലം ഭൂമിയും അതുപോലെ തന്നെ ആ ലക്ഷ്മി ഏട്ടത്തെയും കുറച്ച് അയൽവക്കത്തുള്ള ഒന്ന് രണ്ട് ആൾക്കാരും ഒക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പം കമാലിന് എന്തായാലും അതിൻ്റെ അടുത്തോട്ടോ അല്ലെങ്കിൽ അകത്തോട്ടോ കടക്കാൻ പറ്റില്ല. സാഹചര്യം വളരെ മോശമാണ് കേട്ടോ. അത് ഭവാനിയെ വിളിച്ച് പറയുന്നുണ്ട്, മാഡം ഇവിടെ ഇന്നിപ്പോൾ എനിക്ക് അകത്തോട്ടൊന്ന് കയറാൻ പോലും പറ്റില്ല. കാരണം ഇന്നത്തെ സാഹചര്യം അവിടെ ആളും ബഹളവും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും നടക്കില്ല എന്നുള്ളത് നമ്മുടെ കമാൽ ഭവാനിയോട് പറയുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പം ഭവാനി പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും ഒരു തെളിവും അവശേഷിക്കരുത് എന്ന രീതിയിൽ കാര്യങ്ങളുടെ അത്രയും ഗൗരവമേറിയതാണ് എന്നുള്ളതൊക്കെ പറഞ്ഞ് കമാലിനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഭവാനി ശ്രമിക്കുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ അജയ് നമ്മുടെ അംബികയെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ അംബികയുടെ അടുത്ത് പറയുന്നുണ്ട്, അതെ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്നുള്ളത് നിങ്ങൾ പറയണം. എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ എനിക്ക് പറ്റില്ല. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. സാറേ, ഞാൻ ഒരിക്കലും എൻ്റെ അച്ചുവേട്ടനെ വേദനിപ്പിക്കില്ല. എൻ്റെ വാക്കുകൾ വിശ്വസിക്കും. ഞാനല്ല ഈ കൊല ചെയ്തത്, ഞാനല്ല എന്നിങ്ങനെ ആവർത്തിച്ച് അംബിക പറയണം. അപ്പോൾ അജയ് പറയുന്നുണ്ട്, നിങ്ങൾ വെറുതെ സമയം കളയരുത്. ഞങ്ങളുടെ കണ്ണിൽ ഞങ്ങൾ കണ്ടതാണ് നിങ്ങൾ ആ കത്തി ഊരിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു സീന്. എൻ്റെ പൊന്നു സാറേ, ഞാനും എൻ്റെ അച്ചുവേട്ടനും കൂടെ ശീലാവതി നാടകത്തിൻ്റെ ക്ലൈമാക്സ് ഈ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ ക്ലൈമാക്സ് എഴുതി പഠിച്ചിട്ട് അത് റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ പോലും അറിയാണ്ട് ഒരു മുഖം മൂടിയിട്ട ഒരു മൂന്നാമതൊരാൾ അവിടെ വരികയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലാവണല്ലോ ഇവിടെ എന്താ സംഭവിക്കണമെന്ന്. അങ്ങനെ അയാൾ ആ കത്തി മേടിച്ച് ആ കത്തിയിട്ട് എന്നെ തള്ളി മാറ്റിയ ശേഷം അച്ചുവേട്ടനെ ഇങ്ങനെ കുത്തി കൊലപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. ഞാൻ കയറി നടുക്ക് നിന്ന് തടഞ്ഞു. ആ സമയത്ത് ഞാൻ വീണ് എൻ്റെ തല ഒരു ടേബിളെ എന്തോ സംഭവത്തിൽ ഇടിച്ചിട്ട് എനിക്ക് ബോധം നഷ്ടപ്പെടുക സാറേ എന്നൊക്കെ നമ്മുടെ അംബിക പറയണ്. അപ്പോൾ അജയ് ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ കണ്ട കാഴ്ച അവിടെ മൂന്നാമതൊരാളോ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത്? നിങ്ങൾ ആവശ്യമില്ലാത്ത കേസിനെ വളച്ചൊടിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അജയ് അംബികയുടെ അടുത്ത് ചാടിക്കടിക്കുകയാണ്. പക്ഷേ അംബികയുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. അംബിക പറയുന്നുണ്ട്, സാറ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഒരിക്കലും എൻ്റെ അച്ചുവേട്ടനെ കൊലപ്പെടുത്തില്ല. ഞാൻ എൻ്റെ അച്ചുവേട്ടനെ ഒരു വാക്ക് കൊണ്ട് പോലും ഇന്ന് വരെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. അങ്ങനെയാണ് ഞാനും അച്ചുവേട്ടനും തമ്മിലുള്ള ബന്ധം. അപ്പോൾ അജയ് പറഞ്ഞ്, ഞങ്ങൾ അയൽവക്കക്കാരോടൊക്കെ അന്വേഷിച്ചായിരുന്നല്ലോ, ഈ 2 ദിവസം മുന്നേ അച്യുതൻ അവിടെ വീട്ടിൽ ഇങ്ങനെ മദ്യപിച്ച് വന്ന് ബഹളം ഉണ്ടാക്കി നിങ്ങൾ അച്യുതനുമായിട്ട് വഴക്കടിക്കുന്നതൊക്കെ തൊട്ടടുത്ത വീട്ടിലെ അയൽവക്കക്കാർ കണ്ടതായിട്ട് ഞങ്ങളുടെ അടുത്ത് മൊഴി പറഞ്ഞല്ലോ എന്ന് അജയ് പറയുന്നുണ്ട്. അപ്പം അംബിക പറയുന്നുണ്ട്, സാറേ ഞങ്ങളത് വേറൊന്നുമല്ല, ഞങ്ങൾ ഈ ഈ നാടകത്തിൻ്റെ കുറച്ച് ക്ലൈമാക്സ് രംഗങ്ങൾ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അടുത്ത വീട്ടിലെ 2 പേര് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അത് ശരിയാണ്. പക്ഷെ അവരോടും മറ്റും ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ നാടകത്തിൻ്റെ റിഹേഴ്സലിലാണെന്ന്. ശരിക്കും ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്നതാണെന്ന് അവർ വിശ്വസിച്ചതാണ് സാറേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അജയ്ക്ക് ആകെ കൺഫ്യൂഷനാവാണ്. അംബിക ഒരു തരം പറയുന്നുണ്ട്, പക്ഷേ സാഹചര്യ തെളിവുകളും മറ്റും എല്ലാം നോക്കുമ്പോൾ അംബിക തെറ്റുകാരിയായിട്ടും വരുന്നുണ്ട്. അജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, ആകെ കൺഫ്യൂഷനായിട്ട് പോവുകയാണ്. പക്ഷെ അംബികയുടെ നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. കാരണം എൻ്റെ അച്ചുവേട്ടനെ അയാൾ കൊലപ്പെടുത്തി, എനിക്ക് ആരാന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ പോലും അറിയാണ്ട് അതിക്രമിച്ച്
അയാൾ കിടക്കുകയായിരുന്നു. അതായത് അപ്പം അജയ് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ കുറേ അവിടെ ഫംഗ്ഷന് വരാൻ വേണ്ടി ആൾക്കാർ വന്നപ്പോൾ നിങ്ങളുടെ ആ വന്ന ആൾക്കാർ വരുമ്പോൾ നിങ്ങളവിടെ നാടകം കളിച്ചുകൊണ്ടിരിക്കണം, നിങ്ങൾ എന്തൊക്കെ ഈ പറയണേ സാറേ, അതൊക്കെ അതിന് ശേഷമാണ്, ഞങ്ങൾ അതിനു മുന്നെയാണ്, തൊട്ട് മുന്നേ ഒന്നും കൂടെ ഒന്ന് അഭിനയിച്ച് നോക്കിയതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഡോറ് തുറക്കാനോ അതിനുള്ളൊരു സാഹചര്യം എനിക്ക് കിട്ടിയില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അജയ്ക്ക് എന്തോ ഭൂമിയുടെ അമ്മ ആയതുകൊണ്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല, എന്നാൽ വിശ്വസിക്കാതിരിക്കാനും പറ്റാത്തൊരു സിറ്റുവേഷനായി പോവുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂല. എല്ലാ സാഹചര്യങ്ങളും തെളിവുകളും അംബികയ്ക്ക് എതിരുമാണ്. എന്തായാലും ആ കത്തി ഫോറൻസിക് റിപ്പോർട്ട് വന്നു കഴിയട്ടെ, എന്നാലും ഒരു കറക്റ്റ് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്ന രീതിയിൽ അജയ് നിൽക്കുകയാണ്. അപ്പം പിറ്റേ ദിവസം നമ്മുടെ അച്യുതൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് എത്തുകയാണ്. അപ്പം ഇതിന് മുന്നോടിയായിട്ട് നമ്മുടെ അജയ് നമ്മുടെ ഭൂമിയുടെ വീട്ടിലോട്ട് പോവുകയാണ്. കാരണം ഇനി മറ്റെന്തെങ്കിലും തെളിവുകൾ അവിടെ അവശേഷിക്കുന്നുണ്ടോ, എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്നുള്ളതൊക്കെ അറിയാനും, പിന്നെ ഭൂമിയുടെ ആ മുഖം, അതായത് നിലവിളിക്കുന്ന ആ മുഖം അച്യുതൻ്റെ മനസ്സിൽ നിന്നും കണ്ണിൽ നിന്ന് പോലും പോകുന്നില്ല. കാരണം ഭൂമിയെ അജയ്ക്ക് വലിയ ഇഷ്ടമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ഇതായിട്ടുള്ളൊരു കുട്ടി പെട്ടെന്ന് ഈ ഒരു സാഹചര്യം എങ്ങനെ തരണം ചെയ്യും? അവൾക്ക് അവളുടെ ജീവിതത്തിൽ അച്ഛനെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിലപ്പെട്ടതാണ്. ആ അച്ഛൻ്റെ വിയോഗം അവൾ എങ്ങനെ താങ്ങും എന്നുള്ളത് ഓർത്തിട്ട് അജയ്ക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഒരു വശത്ത് ഭൂമിയുടെ അമ്മ, അവൾക്ക് അച്ഛനും അമ്മയും നഷ്ടപ്പെടുന്ന സാഹചര്യമാണോ വരുന്നത് എന്നൊക്കെയുള്ള പല കേസുമാണ്. അപ്പം നമ്മുടെ സത്യദാസ് അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഭൂമിയുടെ അടുത്ത് നിന്ന് മാറാനൊന്നുമില്ല. ഭൂമിനെ ആ മഴ നനഞ്ഞ തല നമ്മുടെ സത്യദാസ് തലയൊക്കെ തോർത്തി തുടച്ചു കൊടുക്കുന്നുണ്ട്. സത്യയ്ക്ക് എന്തോ സ്വന്തം മകൾ അവിടെ മുന്നിൽ ഇരുന്ന് നിലവിളിക്കുന്ന ഒരു ഫീലിങ്സാണ് കിട്ടുന്നത്. അതുകൊണ്ട് സത്യന് ഭൂമി അവിടെ ആക്കിയിട്ട് പോകാനുള്ള ഒരു ഇതും കിട്ടുന്നില്ല. ആകെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മുടെ സൗഭാഗ്യ മുത്തശ്ശി വിളിക്കുന്നുണ്ട് സത്യദാസിനെ, മോനെ നീ അവിടെ അവളോടൊപ്പം ഉണ്ടാകണം, എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യണേ മോനെ എന്നൊക്കെ സത്യദാസിനെ വിളിച്ച് നമ്മുടെ സൗഭാഗ്യമ്മ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയം നമ്മുടെ ഭവാനിക്ക് എത്രയും പെട്ടെന്ന് തെളിവുകളൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മുടെ ഭൂമിയെയും അതോടൊപ്പം തന്നെ നമ്മുടെ അംബികയ്ക്ക് എങ്ങനെയെങ്കിലും കൊലപ്പെടുത്തി ഈ തെളിവുകളെല്ലാം നശിപ്പിക്കണം എന്നുള്ള ഒരൊറ്റ വിചാരത്തിൽ ഭവാനി കാര്യങ്ങളൊക്കെ കമാലുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സീനൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്തൊക്കെയായി തീരും എന്നുള്ളത്, അല്ലേ? നമ്മുടെ ഭൂമിയുടെ അമ്മയുടെ ആ ഒരു സത്യം തെളിയോ അല്ലെങ്കിൽ അവർ കുറ്റക്കാരിയല്ല എന്നുള്ളത് അജയ്ക്ക് തെളിയിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിലൂടെ കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിർത്തുന്നു. താങ്ക് യു. ബൈ ബൈ.